നമസ്കാരം. ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രതിസന്ധികളും സാമ്പത്തിക തകർച്ചയും കാരണം മനം തകർന്ന ഒരു യുവാവുണ്ടായിരുന്നു. ദിവസവും അവൻ ദൈവത്തോട് ഇങ്ങനെ പരാതി പറയുമായിരുന്നു: ദൈവമേ, എൻ്റെ ചുമലിലെ ഈ കുരിശ് എനിക്ക് ചുമക്കുവാൻ കഴിയാവുന്നതിലും അധികമാണ്. എന്തുകൊണ്ട് എന്നെ മാത്രം ഇത്ര കഠിനമായി പരീക്ഷിക്കുന്നു? പരാതി പറഞ്ഞ് അന്ന് രാത്രിയിൽ യുവാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ദൈവം അവനെ ഒരു വലിയ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മുറിയിൽ നിന്നും വ്യത്യസ്ത വലുപ്പത്തിലുള്ള ആയിരക്കണക്കിന് കുരിശുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവം അവനോട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ തോളിലെ ഭാരം വളരെ വലിയതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ മാറ്റിവെക്കുക. എന്നിട്ട് ഈ മുറിയിൽ നിന്നും നിനക്ക് ഏറ്റവും എളുപ്പത്തിൽ ചുമക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു കുരിശ് തിരഞ്ഞെടുക്കാം. കേട്ട ശബ്ദം യുവാവിൽ സന്തോഷമുളവാക്കി. അവൻ തൻ്റെ വലിയ കുരിശ് താഴെ വെച്ചിട്ട് മുറിയിലെ മറ്റു കുരിശുകൾ പരിശോധിക്കുവാൻ തുടങ്ങി. യുവാവ് അവിടെ ആദ്യം കണ്ട പൊന്നിൻ കുരിശെടുത്ത് പൊക്കി നോക്കി. എന്നാൽ അതിന് നല്ല ഭാരം ഉണ്ടായിരുന്നു. മാത്രമല്ല, അവന്റെ തോൾ അധികം വേദനിച്ചതുകൊണ്ട് അവൻ ആ കുരിശ് താഴെ വെച്ചു. കാരണം ആ കുരിശിൽ നിറയെ വൻ സമ്പത്തുള്ളവരുടെ വലിയ ഉത്കണ്ഠകളും ഭാരങ്ങളുമായിരുന്നു. അടുത്തതായി തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച മറ്റൊരു കുരിശ് കണ്ടു. പക്ഷെ അതിൻ്റെ മൂർച്ചയുള്ള അരികുകൾ ആ യുവാവിന്റെ തോളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. കാരണം ആ കുരിശുകൾ നിറയെ വലിയ പദവികളും പ്രശസ്തിയുള്ളവരുടെ മാനസിക സമ്മർദ്ദങ്ങളായിരുന്നു. അങ്ങനെ അവൻ മുറി മുഴുവൻ ഓരോ കുരിശുകളും തിരഞ്ഞു. ഒടുവിൽ മുറിയുടെ ഒരു മൂലയിൽ അധികം വലിയതല്ലാത്ത ഭാരമല്ലാത്ത അവൻ്റെ തോളുകൾക്ക് കൃത്യമായി ഇണങ്ങുന്ന ഒരു ചെറിയ തടിക്കുരിശ് കണ്ടു. അതുകൊണ്ട് അവൻ ആവേശത്തോടെ ദൈവത്തോട് പറഞ്ഞു: തമ്പുരാനെ, ഇതാണ് എനിക്ക് ഏറ്റവും അനുയോജ്യമായ കുരിശ്. ഇത് ചുമക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. ഞാൻ ഈ കുരിശ് എടുത്തുകൊള്ളട്ടെ. ദൈവം പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു: മകനെ, സൂക്ഷിച്ചു നോക്കൂ. നീ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആദ്യം നീ ഇവിടെ മാറ്റിവെച്ച നിന്റെ സ്വന്തം കുരിശ് തന്നെയാണ്. യുവാവ് അത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ഭാരങ്ങളും പ്രതിസന്ധികളും നമ്മുടെ തോളിൻ്റെ കരുത്തിനും സഹനശക്തിക്കും അതനുസരിച്ച് ദൈവം കൃത്യമായി അളന്നു തരുന്നതാണ്. നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഒരു ഭാരവും ദൈവം നമുക്ക് നൽകുന്നില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു മുഖവും തമ്പുരാൻ നമുക്ക് നൽകുന്നില്ല. നമുക്ക് താണ്ടുവാൻ കഴിയാത്ത വഴികൾ തരുമ്പോൾ തമ്പുരാൻ കാലുകളുടെ പേശികൾക്ക് ബലവും നിയമിക്കും. തീച്ചൂളയിൽ കൂടി കടന്നു പോകുന്ന മൺപാത്രമാകുന്ന നിന്നെ തകർക്കുവാനല്ല, നിന്നിൽ കൂടുതൽ ഉറപ്പ് നൽകുവാനാണ്. കണ്ണുനീരിൽ കുതിർന്ന രാവുകൾക്കൊടുവിൽ ദൈവം നിനക്കായി കരുതുന്ന ഒരു പുലരി കരുതിയിട്ടുണ്ട്. നിന്റെ കഴിവുകേടുകളിൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ അവിടെ നിനക്കായി ദൈവത്തിന്റെ അത്ഭുതം ആരംഭിക്കും. തോളിലെ ഭാരം കൂടുമ്പോൾ ഒന്നോർക്കുക, ദൈവത്തിന് നിന്നിലുള്ള വിശ്വാസവും വലിയതാണെന്ന്. വിത്തുകൾ മണ്ണിലേക്ക് അമങ്ങി അമരുന്നത് നാശയോഗ്യമാകുവാനല്ല, 1000 മടങ്ങായി മുളച്ചു പൊന്തുവാനായാണ്. മരുഭൂമിയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും നിഴലായി കൂടെ നിൽക്കുന്ന ദൈവീക സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുക. കടലിലെ തിരമാലകൾ കണ്ട് ഭയചകിതരാകരുത്. കാരണം തോണിയുടെ അറ്റത്ത് ഒരു അമരക്കാരൻ നിനക്കായി ഉണ്ടെന്നറിയുക. വെളിച്ചം പൂർണ്ണമായി അണഞ്ഞുമെന്ന് തോന്നുമ്പോൾ ദൈവത്തിന്റെ മിന്നൽ വെളിച്ചം പ്രത്യക്ഷമാകും. നിന്നെ നിർമ്മിച്ച ദൈവത്തിന് നിന്റെ കണ്ണുനീരിന്റെ മൂല്യം അറിയാം. താങ്ങാവുന്ന അധികം ഭാരത്തിന്റെ അതിരും അറിയാം. സങ്കീർത്തനം 55:22 വചനം പറയുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആമേൻ, ആമേൻ, ആമേൻ. God bless you.